ഒരാൾ വീട്ടിൻ്റെ ബാക്കിൽ കൂട്ടി വെച്ച സാധനം ഓരോന്നെടുത്തിട്ട് മമ്മ ആക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ കറിയാക്കുന്നുണ്ട്, അതിൽ കായപ്പൊടി ഇടുന്നുണ്ട്, അങ്ങനെ അവൻ്റേതായ രീതിയിൽ അവൻ ഭക്ഷണമാക്കുക ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ക്ലേ വാങ്ങിയിരുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഉരുട്ടാനില്ല നോക്കുന്നത്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്നാ ആക്കുന്നത്, അന്നേരം അങ്ങോട്ട് നോക്കി ചിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൻ്റെ അപ്പുറമുള്ള രാധാൻ്റി വന്നിട്ട് ഇവനോട് എന്തെല്ലോ ചോദിക്കുമ്പം തർക്കുത്തരാന്നേ പറയുന്നത്, എന്തെല്ലോ പറയുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ വീട്ടിലെ ഉള്ളിലുള്ള സോഫയിൽ ആശാൻ മൂത്രയിച്ച് വെച്ചുകൊണ്ട് അമ്മ അത് കഴുകി ഉണക്കാനിട്ടതാണ്. അപ്പോൾ അതിൽ കയറാനായി നോക്കുന്നത്. അതാണ് അമ്മമ്മയും മോനും കൂടിയിട്ട് അടികൂടുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ അപ്പുറത്ത് കളിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഞാനങ്ങ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അന്നേരം ഉണ്ട് മാമൻ്റെ ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ ബൈക്ക് ഓടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് വലിയ ആളെ പോലെ ഹെൽമെറ്റെല്ലാം ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു മോനെ തടഞ്ഞു കെട്ടി വീകും, മോനെയും കാട്ടിയും വലിയ ഹെൽമെറ്റാന്ന്. അങ്ങനെ പിന്നെ ഗേറ്റ് തുറക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്മ തുറന്നു കൊടുത്തു. അന്നേരം തല ചെറുങ്ങനെ മുട്ടി ഞാൻ തുറക്കുമ്പോൾ അതാണ് ഇങ്ങനെ തടുന്നത്. പിന്നെ അമ്മ പറഞ്ഞു വാ ഞാൻ കൈ പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആശാൻ കേട്ടിട്ടില്ല. ഇവനെ എടുത്തിട്ട് നടക്കണം, അതാണല്ലോ ഇവൻ്റെ ഒരു ഹോബി, അതുകൊണ്ടാണ് ആടെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു വാ നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദേഷ്യം പിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെല്ലാനോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങെത്തിയതാണ് ഇവൻ. പിന്നെ നോക്കുമ്പോഴേക്കുണ്ട് മക്കളെ ഇവനുണ്ട് തിരിഞ്ഞോടുന്നത്. എന്തിനാ ആ കല്ലിലേക്കൂടി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ്റെ ആഗ്രഹമല്ലേ, വേറൊരാഗ്രഹമല്ലല്ലോ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കല്ലിലേക്കൂടി നടന്നോന്നല്ലേ ഞാൻ പറഞ്ഞ്. വലിയ ആളെപ്പോലെ നടക്കുന്നുണ്ട്. കഴുത്തിലാണെങ്കിൽ അവൻ്റെ വാട്ടർ ബോട്ടിൽ ഇട്ടിട്ടുണ്ട്, അതാണ് വലിയ ആളെപ്പോലെ നടക്കുന്നത്, അല്ലേ നടക്കൊന്നുമില്ല. അങ്ങനെ ആടെ കണ്ട പൂവെല്ലാം ഇങ്ങനെ പറിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്ത് പൂവാ അമ്മേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു ചെമ്പരത്തി പറിച്ചിട്ട് അത് അവിടെ ഇട്ടു. എന്നിട്ട് ഈ കോളാമ്പിയും പറിച്ചിട്ട് ഓടുക ചെയ്യുന്നത്. അങ്ങനെ ഓടിയൊരു പീഡേൻ്റെ മുന്നിൽ നിന്ന് വേഫർ റോള് വാങ്ങി ഞാനിയും മോനും കൂടിയിട്ട് വേഫർ റോളും എല്ലാം കഴിച്ച് അങ്ങനെ ശോഭികയിലെത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിലോ അവന് വേറൊരു വാശി. അതിൻ്റെ തൊട്ടിപ്പുറം മാളുണ്ട്, ആ മാളിൽ പോയിട്ട് കളിക്കുന്ന സാധനം വാങ്ങണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങി തരൂലെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ ഓടുന്നത് കണ്ണടേൻ്റെ സെക്ഷനിലാണ്. കണ്ണടയെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു 5 മിനിറ്റ് ആവാൻ വെച്ചിട്ടില്ല, അതെല്ലാം തച്ച് പൊട്ടിച്ചു. പിന്നെ ആടെ കൃഷ്ണനെല്ലാം ഉണ്ടായിരുന്നു, ആ വെണ്ണ കോട്ടണായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് കളിച്ച് അങ്ങനെ ശോഭിക എന്നിട്ട് ടാറ്റാ ബൈ ബൈ സീ യു എന്നെല്ലാം പറഞ്ഞ് അവനെ കൊണ്ട് എങ്ങനെയെല്ലാം പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. പിന്നെ ഇവൻ ഉണ്ടാക്കുന്നത് ക്ലേനെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് അവന് തോന്നുന്ന ഓരോന്ന് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ ബൈ ബൈ സീ യു.